ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പൊറോട്ടയാണ്. പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്ന അതേപോലെ തന്നെ വീട്ടിൽ എങ്ങനെ പൊറോട്ട സോഫ്റ്റായിട്ട് ഉണ്ടാക്കാമെന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരാൻ വേണ്ടി അടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മൾ വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യം തന്നെ നമുക്ക് മാവ് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് വലിയൊരു പാത്രം എടുക്കുക. അതിലോട്ട് നമ്മളുടെ മൈദപ്പൊടി ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ 1 കിലോ മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ 1 കിലോ മാവിൻ്റെ അളവാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പം അളവ് പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിക്കണം, അളവ് അങ്ങോട്ടും ഇങ്ങോട്ടും ആവരുത്. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ ഷുഗർ ചേർത്ത് കൊടുക്കാം. 1 കോഴിമുട്ട. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കുക. ഞാൻ ചേർത്തിട്ടുള്ളത് സൺഫ്ലവർ ഓയിലാണ്. നിങ്ങളുടെ കയ്യിൽ ഏത് ഓയിലാണോ ഉള്ളത് ആ വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കൊരു സ്പൂൺ കൊണ്ടിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ആദ്യം തന്നെ നമ്മൾ ഇതെല്ലാം ചേർത്തിട്ട് വെള്ളമൊഴിച്ച് കുഴയ്ക്കാൻ പാടില്ല. നമ്മൾ ചേർത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം എല്ലായിടത്തും സ്പ്രെഡ് ആവണം. അതുകൊണ്ട് ഇതുപോലൊരു സ്പൂൺ വെച്ചിട്ട് ആദ്യം നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ കൈ കൊണ്ട് കുഴച്ചെടുക്കുക. ഇപ്പോൾ നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ കുഴച്ചെടുക്കുക. ഇനി ഇതിൻ്റെ മേളിലായിട്ട് ശകലം ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഏതെങ്കിലും ഒരു വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് മാവിന് ചുറ്റുമായിട്ട് നല്ലതുപോലെ അപ്ലൈ ചെയ്യുക. അതിനുശേഷം ഒരു അടപ്പ് വെച്ചിട്ട് നമുക്ക് അടച്ചു വയ്ക്കണം. ഒരു 2-3 മണിക്കൂർ നമ്മളിത് അടച്ച് മാറ്റി വയ്ക്കണം. മാവ് കുഴച്ച ഉടനെ തന്നെ പൊറോട്ട ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് പൊറോട്ടയ്ക്ക് സോഫ്റ്റ് കിട്ടില്ല. അപ്പോൾ പൊറോട്ടയ്ക്ക് സോഫ്റ്റ് കിട്ടണമെങ്കിൽ ഇതുപോലെ ചെയ്ത് ഒരു 2-3 മണിക്കൂർ മാറ്റി വയ്ക്കണം. അപ്പോൾ ഇതെന്തായാലും സ്കിപ്പ് ചെയ്യരുത്. ഇപ്പോൾ ഒരു 3 മണിക്കൂറായിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ മാവ് നമ്മളൊരു മീഡിയം സൈസിൽ ഉരുട്ടിയെടുക്കണം. ഇതുപോലൊരു മീഡിയം സൈസിൽ ഉരുട്ടിയെടുത്താൽ മതി. ഇനി ഇതുപോലെ ബാക്കിയുള്ള എല്ലാ മാവും നമുക്ക് ഇതുപോലെ ഒരു മീഡിയം സൈസിൽ ഉരുട്ടിയെടുക്കാം. കുഴച്ചെടുത്ത മാവ് നമ്മൾ ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നല്ലതുപോലെ വീശിയെടുക്കണം. വീശിയെടുക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ കുറച്ച് വെജിറ്റബിൾ ഓയിൽ വേണം. നമ്മൾ ഉരുട്ടി വെച്ചേക്കുന്ന മാവിൽ നിന്ന് ഒരു ഉരുള ആദ്യം എടുക്കണം. എടുത്ത് ഇതുപോലെ മാവിൻ്റെ 2 വശത്തും നല്ലതുപോലെ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ കൈയിൻ്റെ ഈ ഭാഗം വെച്ചിട്ട് നല്ലതുപോലെ പരത്തി എടുക്കണം. നമ്മളുടെ ഒരു കൈയിൻ്റെ ഈ ഭാഗം മാവിൻ്റെ താഴ്വശത്തും മറുകൈ മേൽവശത്തും വെച്ചിട്ട് നല്ലതുപോലെ വീശിയെടുക്കണം. ഇതുപോലെ നിങ്ങൾ വീശിയെടുക്കണം, നല്ലതുപോലെ വീശിയെടുക്കണം. ഇനി കട്ടിയുള്ള ഭാഗങ്ങളെല്ലാം ഇതുപോലെ നമുക്ക് നല്ല പ്രസ് ചെയ്ത് കൊടുക്കണം. മാവിൻ്റെ അറ്റത്തൊക്കെ നല്ല കട്ടിയായിരിക്കും. അത് നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ നല്ല പ്രസ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ സാരിക്കൊക്കെ പ്ലീറ്റ് എടുക്കുന്നത് പോലെ നല്ലതുപോലെ ഇങ്ങനെ പ്ലീറ്റ് എടുക്കുക. അതിനുശേഷം അടിച്ച് നല്ലതുപോലെ വലിച്ച് നീട്ടി ഇതുപോലെ ചുരുട്ടി എടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ഉരുളകളും വീശിയെടുക്കാം. ഇതുപോലെ എടുക്കണം. എല്ലാ ഉരുളകളും ഞാൻ ഇതുപോലെ വീശി എടുത്തിട്ടുണ്ട്. ഇനി ഒരു നനഞ്ഞ തുണി എടുത്തിട്ട് ഒരു 1/2 മണിക്കൂർ ഇത് അടച്ചു വയ്ക്കണം. ഇപ്പോൾ ഒരു 1/2 മണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്ക് വീശിയെടുത്ത് വെച്ചിരുന്ന മാവെല്ലാം പരത്തിയെടുക്കണം. പരത്തിയെടുക്കാനായിട്ട് ഞാൻ കുറച്ച് ഓയിൽ യൂസ് ചെയ്യുന്നുണ്ട്. വെജിറ്റബിൾ ഓയിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. കൈൻ്റെ ഈ ഭാഗം വെച്ചിട്ട് നല്ലതുപോലെ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ പരത്തിയെടുക്കുക. പൊറോട്ട ചുട്ടെടുക്കാനായിട്ട് ഒരു കട്ടിയുള്ള പാത്രം വെച്ച് കൊടുക്കുക. അതിൻ്റെ മേളിലായിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കണം. ഓയിൽ ഹീറ്റായതിനു ശേഷം നമ്മൾ പരത്തി വെച്ചേക്കുന്ന മാവ് അതിലോട്ട് ഇട്ട് കൊടുക്കുക.
ഇനി നമുക്കിത് ചുട്ടെടുക്കണം. തിരിച്ച് മറിച്ചിട്ട് ചുട്ടെടുക്കുക. കുറച്ച് ഓയിൽ മേളിൽ ഒഴിച്ച് കൊടുക്കണം നമ്മൾ തിരിച്ച് മറിച്ചിടുന്നതിന് മുമ്പ്. അപ്പോൾ ഒരു ഗോൾഡൻ കളർ വരുമ്പോഴത്തേനും നമ്മൾ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കണം. ഇത് ചുട്ടെടുക്കുമ്പം തീ നല്ലതുപോലെ കുറച്ചിട്ട് വേണം വയ്ക്കേണ്ടത്. ഇപ്പോൾ നമ്മുടെ പൊറോട്ട നല്ലതുപോലെ കുക്കായിട്ടുണ്ട്. ഇതേപോലെ ഒരു ഗോൾഡൻ കളർ ആകുമ്പോഴത്തേക്കും നമുക്ക് എടുത്ത് മാറ്റണം. ഇനി ഇത് ചൂടോട് കൂടിയിട്ട് തന്നെ നമ്മൾ കൈ കൊണ്ട് നല്ലതുപോലെ അടിച്ചെടുക്കണം. പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, ചൂടോട് കൂടിയിട്ട് തന്നെ നമ്മൾ കൈ കൊണ്ട് അടിച്ചെടുക്കണം. നമ്മളിങ്ങനെ ചൂടോട് കൂടിയിട്ട് അടിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ പൊറോട്ട ഒന്നുകൂടി നല്ലതുപോലെ സോഫ്റ്റ് ആവുന്നത്. അതുകൊണ്ട് ചൂടോട് കൂടിയിട്ട് തന്നെ അടിക്കണം. അപ്പോൾ നമ്മുടെ സോഫ്റ്റ് പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന അതേപോലെ തന്നെ സോഫ്റ്റ് പൊറോട്ട വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതാണ്. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കുക. അപ്പോൾ ഉടനെ തന്നെ അടുത്ത വീഡിയോയുമായിട്ട് വരുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.